മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന വികാരിയച്ച, പ്രിയപ്പെട്ട ഇടവക സമൂഹാംഗങ്ങളെ, എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഓശാന ഞായർ എന്ന് പറയുന്നത് ഒരു ആമുഖമാണ്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഒപ്പം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന പ്രാർത്ഥനയുമാണത്. പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും ദൈവത്തോട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് യുഗയുഗാന്തരങ്ങളായി കേണപേക്ഷിച്ച ജനം ദൈവപുത്രനെ മുഖാഭിമുഖം കണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ച ദിനമാണ് ഓശാന. ദാവീദ് രാജാവിനും സോളമൻ രാജാവിനും ശേഷം രണ്ടായി വിഭജിക്കപ്പെട്ട ഇസ്രായേൽ സാമ്രാജ്യം അസീറിയൻ പ്രവാസത്തോടുകൂടി അധപതിക്കുന്നു. പിന്നീട് പേർഷ്യൻ ആധിപത്യത്തിലേക്കും ഒടുവിൽ റോമാക്കാരുടെ ഭരണത്തിലേക്കും യഹൂദർ വീഴുന്നു. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് അവരുടെ രാജ്യവും രാജാവും നഷ്ടപ്പെട്ടു. ദേവാലയം തന്നെ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരു ജനമായി ഇസ്രായേൽ മാറി. അങ്ങനെ ഒരു 600 വർഷത്തോളം അവർ തങ്ങളെ രക്ഷിക്കാനായി ഒരു രക്ഷകൻ വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. അങ്ങനെ വന്ന രാജാവാണ് ഈശോ എന്നവർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഈശോയ്ക്ക് ജെറുസലേമിൽ ഒരു രാജകീയ പ്രവേശനം തന്നെ കിട്ടിയത്. കാരണം അവർ പ്രതീക്ഷിച്ച് കാത്തിരുന്നത് യുദ്ധം ചെയ്ത് വിജയശ്രീലാളിതനായി വരുന്ന ഒരു രാജാവിനെ, ഒരു പൊളിറ്റിക്കൽ മിശിഹായെയാണ്. എന്നാൽ ഒരു പൊളിറ്റിക്കൽ മിശിഹായെ പ്രതീക്ഷിച്ച ജനത്തിന് തെറ്റുപറ്റുകയാണ്. ജെറുസലേമിൽ പ്രവേശിച്ച മിശിഹ കടന്നു ചെല്ലുന്നത് കൊട്ടാരത്തിലേക്കല്ല, മറിച്ച് ജെറുസലേം ദേവാലയത്തിലേക്കാണ്. അവിടെ വച്ചാണ് സുവിശേഷങ്ങളിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈശോ കോപിക്കുന്നു. ചാട്ടവാറെടുത്ത് ഈശോ ആഞ്ഞു വീശുകി എന്നാണ് സുവിശേഷത്തിൽ കാണുക. ഈശോയുടെ കോപം ജ്വലിച്ചതും ഈശോ ചാട്ടവാർ വീശിയതും ദേവാലയം മലിനമാക്കിയവർക്കെതിരെയാണ്. എന്താണ് ദേവാലയം? ആരാണ് അത് മലിനമാക്കുന്നത്? ഈശോ ദേവാലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരമാണ്. വിശുദ്ധ പൗലോസ്ലിഹായുടെ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? അത്തരത്തിൽ നോക്കിയാൽ ഈശോ ആരോടാണ് കോപിക്കുന്നത്? അല്ലെങ്കിൽ ആരെയാണ് ചാട്ടവാർ കൊണ്ട് അടിക്കുന്നത്? വേറെ ആരെയുമല്ല, നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ മലിനമാക്കുന്നവരെ തന്നെയാണ്. ശരീരം മലിനമാക്കുന്നവരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസത്തെ പത്ര റിപ്പോർട്ടുകൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ലഹരി മരുന്നുകൾ കുത്തിവെച്ച് തങ്ങളുടെ ശരീരത്തെ മലിനമാക്കുന്നവരുടെ എണ്ണം ഇന്ന് നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മരുന്നുകളുടെ ഉപയോഗം ഒരു വശത്ത് ഉയർന്നു വരുമ്പോൾ മറുവശത്ത് ഗാർഹിക പീഡനങ്ങളും അതനുസരിച്ച് ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെ തൻ്റെയും അപരൻ്റെയും ശരീരമാകുന്ന ആലയത്തിൻ്റെ പരിശുദ്ധി കവർന്നെടുക്കുന്ന ചിലർ അങ്ങനെയുള്ളവരെയാണ് ഈശോ ചാട്ടവാർ എടുത്ത് അടിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശരീരത്തെ മലിനമാകാതെ സൂക്ഷിക്കുക, അഥവാ തൻ്റെ ശരീരത്തെയും അപരൻ്റെ ശരീരത്തെയും ബഹുമാനത്തോടെ കാണുക. അങ്ങനെ കാണാത്തവരെ പ്രതിരോധിക്കുവാനും അവരോട് പ്രതികരിക്കുവാനും നമ്മൾ പഠിക്കണം. ഇന്നത്തെ വായനയിൽ രണ്ടാമത് പ്രതിഫലിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയാകർഷിച്ച മറ്റൊരു വചനമാണ്: കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. എന്നെപ്പോലെ ദൈവവിളി സ്വീകരിച്ച അല്ലെങ്കിൽ വൈദികരവരുടെ ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു വചനമാണ് ഇത്. അതുകൊണ്ടാണ് അതെൻ്റെ ശ്രദ്ധയാകർഷിച്ചത്. സാധാരണ കഴുത എന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയുടെ, ബലമില്ലായ്മയുടെ, വേഗതക്കുറവിൻ്റെ പ്രതീകമാണ്. കുതിരയാണ് ശക്തിയുടെയും പ്രൗഢിയുടെയും വേഗതയുടെയും കഴിവിൻ്റെയും പ്രതീകം. എന്നാൽ കർത്താവ് തിരഞ്ഞെടുത്തത് മനുഷ്യരാൽ വെറുക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട ഒരു മൃഗത്തെയാണ്. നമ്മൾ എത്ര അറിവില്ല, കഴിവില്ല, കളറില്ല എന്നൊക്കെ പറഞ്ഞാലും കർത്താവിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകും. എൻ്റെ തമ്പുരാന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ഉറപ്പായും വിശ്വസിക്കുക. പൗലോസ്ലിഹ പറയുന്നത് പോലെ, ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു, ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ അശക്തമായവയും. ഈശോയുടെ 12 അപ്പോസ്തലന്മാരെ തന്നെ ഒന്ന് നോക്കുക. ആ കാലഘട്ടത്തിൽ അത്ര കുലീനമായ തൊഴിലൊന്നുമല്ല മീൻപിടുത്തം.
എന്നിട്ടും അത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഈശോ വിളിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ആത്മഹത്യയും വിഷാദരോഗവും തന്നെ ആർക്കും വേണ്ട എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകളുടെ ഈ കാലഘട്ടത്തിൽ തമ്പുരാന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നയിക്കും. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ പ്രസംഗം ഞാൻ അവസാനിക്കുകയാണ്. ഓശാന എന്ന് പറയുന്നത് ഒരു നിലവിളിയാണ്. ദൈവം മാത്രം ആശ്രയമുള്ളവൻ്റെ നിലവിളി. രാജ്യവും രാജാവും നഷ്ടപ്പെട്ട ഒരു ജനത തങ്ങളെ രക്ഷിക്കാനായി നിലവിളിച്ച് അപേക്ഷിക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതാണ് ഓശാന. ഏതാണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഈ കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലും. രാഷ്ട്രീയവും മതപരവും സാമൂഹികപരവുമായ ഭൂപടത്തിൽ നിന്നും ക്രിസ്ത്യാനികൾ മാറ്റപ്പെടുന്ന കാലം. രാഷ്ട്രീയമായ അർഷിതാവസ്ഥയിലേക്ക് നമ്മൾ കൂപ്പുകുത്തിയിരിക്കുന്നു. ഈ കാലത്ത് നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ: കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കാരണം ദൈവം മാത്രമാണ് നമ്മുടെ ഏക ആശ്രയം. അതേസമയം നമ്മൾ ഈ പ്രതിസന്ധി എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് സംശയമാണ്. വലിയ വീടും വാഹനവും വിദേശ വരുമാനവും ബാങ്ക് ബാലൻസും എന്തിന് മരിച്ച് അടക്കാനായി കല്ലറ വരെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. അതിനാൽ ഉള്ളു തുറന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട്, ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിച്ചുകൊണ്ട്, ഈശോയ്ക്ക് എന്നെ ആവശ്യമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ വിശുദ്ധ വാരത്തിനായി നമുക്ക് ഒരുങ്ങാം. അതിനായി സർവേശ്വരൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.